നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഈ നിമിഷങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റ് താരങ്ങളോട്, എൻ്റെ സഹതാരങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ ഗോളടിക്കും, ഞാൻ ജയിപ്പിച്ചിട്ടാണ് വരിക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കളിക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അലക്സിസ് മെക്കലിസ്റ്ററോടും ഫെക്കുവിനോടും, അതായത് ഫെക്കുണ്ടോ മെദീനയോടൊക്കെ ഞാൻ ഇറങ്ങും, ഗോളടിക്കും, ജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അർജൻറ്റീനയുടെ വിജയ ഗോൾ നേടിയ ലൗത്തരോ മാർട്ടിനസ് പറഞ്ഞു. ഇതാണ് ഈ ടീമിൻ്റെ വിജയരഹസ്യം. ഓരോരുത്തരും കാര്യങ്ങൾ ചെയ്യാൻ റെഡിയായി, ഓരോ സ്വപ്നവും കൊണ്ട് നടക്കുകയാ. രാജ്യത്തിന് വേണ്ടി, ടീമിന് വേണ്ടി ചെയ്തു തീർക്കാനുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അവർക്കുണ്ട്. അതൊന്നൊന്നായിട്ട് കളിക്കളത്തിൽ അവർ ചെയ്തു തീർക്കുമ്പോൾ ടീം അനായാസം വിജയിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും കളിക്ക് ശേഷം ലൗട്രോ പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഹോണസ്റ്റ്ലി എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ എനിക്ക് ഫീലിംഗ് എന്നുള്ളത്. ദിസ് ഈസ് സോ പവർഫുൾ. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പിതാവ് ഒരു ജോഡി ബൂട്ട് വാങ്ങി തന്ന അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു ഗോൾ നേടുക എന്നുള്ളത്. എൻ്റെ അമ്മക്കും കൂടിയുള്ള ഒരു സമ്മാനമാണ് ഈ ഒരു വിജയം. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ലക്ഷ്യമില്ല. അവരെ സന്തോഷിപ്പിക്കുക എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അവരുടെ വരവിന് ശേഷം ഞാനെല്ലാം എൻജോയ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞാനൊരു മാനാണ്, ഇന്ന് ഞാനൊരു മനുഷ്യനാണ്. അതുപോലെ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുകയാണ്, എന്താ ഇവിടെ സംഭവിച്ചത്, മുൻകൂട്ടി സഹതാരങ്ങളോട് പറഞ്ഞിരുന്ന അത്രേ ഞാൻ ഇറങ്ങും, ഞാൻ ഗോളടിക്കും എന്നുള്ളത്. നമുക്കറിയാൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് അത്ര മികവ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വേൾഡ് കപ്പിൽ ഇപ്പം ആദ്യം ഒരു പെനാൽറ്റി ഗോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോഴിതാ വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം ഗോളുകളുമായിട്ട് വരുന്നു. അതായത് പിന്നെ നമ്മൾ കാണുന്ന എന്താ, അദ്ദേഹത്തിൻ്റെ വകയുള്ള ഗോളുകൾ. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അർജൻറ്റീനയ്ക്ക് വിജയം സമ്മാനിക്കുന്ന കാഴ്ചയും. സോ ഐ ഡ്രീംഡ് അബൌട്ട് ഇറ്റ്. അദ്ദേഹം പറയുന്നു, എനിക്കറിയാലോ അർജൻറ്റീനയുടെ വിജയങ്ങളിൽ ലൗട്രോയുടെ ഒരു സാന്നിധ്യം, വളരെ ക്രൂഷ്യലായിട്ട് അസിസ്റ്റ് കൊടുക്കുന്ന ലൗട്രോ മാർട്ടിനസ് ഈജിപ്തിനെതിരെയുള്ള കളിയിൽ, അടുത്ത കളിയിൽ, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അദ്ദേഹത്തിന് മുഖ ഗോള് തന്നെ കണ്ടു. ഇപ്പോഴിതാ സെമി ഫൈനലിൽ വിജയ ഗോള് തന്നെ നേടുന്നു. അദ്ദേഹം പറയുന്നു, ഈ ഗോളിനെ കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അലക്സിസിനോട്, അതായത് മെക്കലിസ്റ്ററോട് പറഞ്ഞിരുന്നു ഞാൻ ഗോളടിക്കാൻ പോവുകയാണെന്ന്. ഞാൻ ഫെക്കുവിനോട്, അതായത് ഫെക്കുണ്ടോ മെദീനയോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇറങ്ങി കളി ജയിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചു, വലിയ സന്തോഷമുണ്ട് എന്നുകൂടി ലൗട്രോ പറയുന്നു. അതിനുശേഷം ലൗട്രോ വളരെ കാമായിട്ട് പിന്നീട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ഈ ടീം ഏത് തരത്തിലുള്ളൊരു ടീമാണ് എന്നുള്ളതാണ് ഇപ്പം വ്യക്തമായിട്ട് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശരിക്കും തളർന്നിരുന്നു, ഇംഗ്ലണ്ട് തളർന്നിരുന്നു. 60 മിനിറ്റ് അവർ പ്രസ് ചെയ്തു, പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി. അപ്പം അവർ ആ ഗോൾ അടിച്ചതിന് ശേഷം സിറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റി, ബോൾ മികച്ച രൂപത്തിൽ മൂവ് ചെയ്യാൻ പറ്റി. സോ പിന്നെ ഞങ്ങൾക്ക് ആ ഗോളുകൾ കിട്ടി, ഞങ്ങളിതാ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു, വലിയ സന്തോഷമുണ്ട് എന്നുകൂടി ലൗട്രോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.